ഓണപ്പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ ഓണപ്പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച പരീക്ഷ എഴുതിയാലുള്ള ഗുണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ പോസിറ്റീവ്, നിങ്ങളുടെ സിലബസിലെ നല്ലൊരു ഭാഗം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അതായത് ഓണപ്പരീക്ഷയ്ക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ മക്കളെ, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ വർഷവും അവസാന പരീക്ഷയുടെ ആ മോഡൽ എക്സാമിൻ്റെ ഒക്കെ സമയമാകുമ്പോഴായിരിക്കും എല്ലാവരും എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി സെക്കൻഡ് ചാപ്റ്ററിനെ പറ്റിയൊക്കെ ഓർത്ത് കൊടുക്കുന്നത്. അതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഫുൾ ടെൻഷനും ഫുൾ പ്രശ്നമായിരിക്കും. നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് ആ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സിലബസിലുള്ള പഠിച്ചങ്ങോട്ട് തീർന്നാൽ പിന്നീട് അത് റിവൈസ് ചെയ്താൽ മതി, പിന്നീട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് പോസിറ്റീവ് എന്താണ് മക്കളെ, ആ നല്ലൊരു ശതമാനം പോർഷൻ എന്ത് ചെയ്യും അവിടെ തീർന്ന് കിട്ടും. പിന്നെ അത് നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി, പിന്നെയും പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പബ്ലിക് എക്സാം ആകുമ്പോൾ. രണ്ടാമത്തെ പോസിറ്റീവ്, പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഓണപ്പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കും, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടെന്നും അതുപോലെ പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും അടിപൊളിയായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി എക്സാമിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക പരീക്ഷയിൽ ചോദ്യം വന്നാൽ ഉത്തരം എങ്ങനെ എഴുതണം സംഭവം അറിയാം, പക്ഷെ അതെങ്ങനെ എഴുതി ഫലിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനും അതുപോലെ പരീക്ഷയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടാനും ഓണപ്പരീക്ഷ എഴുതുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മൂന്നാമത്തെ പോസിറ്റീവ്, പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരു ഫീല് അത് നിങ്ങൾക്ക് കിട്ടും. മക്കളെ പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ യൂണിറ്റ് ടെസ്റ്റും അതുപോലെ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ അതൊക്കെ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് പബ്ലിക് എക്സാം നേരെ പോയി എഴുതുമ്പം പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക പരീക്ഷയെ എഴുതാൻ വേണ്ടിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മാത്രം പഠിച്ചാൽ പോരാ, ആ പരീക്ഷ എഴുതുന്ന സമയത്ത് എങ്ങനെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസേഴ്സ് കൊടുക്കണം, അത് ഓവർ ലെങ്തി ആയിട്ടും ഓവർ ഷോർട്ട് ആക്കാതെയും കൊടുക്കാനും നിങ്ങൾ പഠിക്കണം. മാത്രമല്ല മൊത്തത്തിലുള്ള ടൈം നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ശീലം കിട്ടണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ പരീക്ഷാ പേപ്പറിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ എഴുതണം എന്നുള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഓണപ്പരീക്ഷ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യണം, എന്തൊക്കെ മണ്ടത്തരാണ് നിങ്ങൾ കാണിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ച് എഴുതുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നാലാമത്തെ ആൻഡ് ഫൈനൽ പോസിറ്റീവ്, നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളൊക്കെ വശമുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയുടെ റിസൾട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങൾ എത്രയോ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആ പഠനം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് പബ്ലിക് എക്സാമിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഓണപ്പരീക്ഷ നിങ്ങൾ സീരിയസ് ആയിട്ട് എഴുതിയാൽ, ഇതൊക്കെ സീരിയസ് ആയിട്ട് എഴുതിയാലേ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പഠിച്ച് സീരിയസ് ആയിട്ട് എഴുതിയാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ സമയമൊക്കെ കൂട്ടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുക ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് ഓണപ്പരീക്ഷ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് അതിനുവേണ്ടി അത്യാവശ്യം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന പോസിറ്റീവ്സും ഗുണങ്ങളും. ഇനി ഫൈനലി ഓണപ്പരീക്ഷയ്ക്ക് ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങണോ? എന്താ സംശയം? ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങണം. എങ്ങനെയാണ് സാർ പഠിക്കേണ്ടത്? ഓണപ്പരീക്ഷയ്ക്കുള്ള സിലബസ് ആ ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, ഓരോരോ ചാപ്റ്റേഴ്സ് ഏതാണ്ട് ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, അങ്ങോട്ട് പഠിച്ച് തീർക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട, നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, കൃത്യസമയത്തിന് 7:30 വന്ന് ജോയിൻ ചെയ്യുക ലൈവിൽ. ആ ലൈവിൽ നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തരുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നേരത്തെ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് തീർക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലും ജോയിൻ ചെയ്യാം. ബാച്ചിലും നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണം ബാച്ചിൽ ജോയിൻ ചെയ്ത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് എക്സാംസും അതുപോലെ ലൈവ് ഡൗട്ട് ക്ലിയറൻസും അങ്ങനത്തെ കുറേ സൗകര്യങ്ങളും വെച്ച് സ്റ്റഡി മെറ്റീരിയലൊക്കെ കിട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എങ്ങനെയാണേലും യൂട്യൂബിലായിക്കോട്ടെ ബാച്ചിലായിക്കോട്ടെ എക്സാമിനർ പരീക്ഷയുടെ സമയം വരെ, ഓക്കെ, പരീക്ഷയുടെ സമയം എന്ന് പറഞ്ഞാൽ ഓണപ്പരീക്ഷയല്ല, ക്രിസ്മസ് പരീക്ഷയല്ല, പബ്ലിക് എക്സാം കഴിയുന്ന ദിവസം വരെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. സോ കൃത്യമായി ഈ ചാനലുകളിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് മാത്രമേ തൽക്കാലം ചെയ്യാനുള്ളൂ. സോ ക്ലാസ്സസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് ബാച്ചിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീക്കെൻഡ്സിലൊക്കെ റിവിഷന് വേണ്ടി പഠിച്ച കാര്യങ്ങൾ, ആ വീക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തുക. ഓണപ്പരീക്ഷയ്ക്ക് മുൻപ് തന്നെ അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് ഓണപ്പരീക്ഷ എഴുതുക. ഞാനീ പറഞ്ഞ 4 ഇമ്പോർട്ടൻറ്റ് ഗുണങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും, നിങ്ങൾക്ക് ലഭിക്കും എന്ന് മാത്രമല്ല അത് നിങ്ങളെ ഈ ഒരു വർഷത്തെ പബ്ലിക് എക്സാമിന് നിങ്ങളെ 100% റെഡിയാക്കി പ്രിപ്പയർഡ് ആക്കി ഇരുത്തും. ഓക്കെ, അപ്പോൾ അത്രയും പറയാനുള്ള മക്കളെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഐ എം കോൺഫിഡൻറ്റ്, ഐ ഫീൽ കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ അങ്ങോട്ട് ചെയ്തേക്കാം. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ് സ്റ്റഡി.